ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഇനി ഇവിടുത്തെ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ആയിരിക്കും ഇനിയുള്ള അങ്ങോട്ടുള്ള കുറച്ച് ദിവസം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് പറയാറുള്ളത്, ഇവിടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പല പല പട്ടികളുടെ സൗണ്ട് നിങ്ങൾ കേൾക്കും. കാരണം ഞാനിത് ലൈവായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്, എഡിറ്റഡല്ല, വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള 3 വീടുകളിലും ഓരോ വീടുകളിലായിട്ട് പല പല ബ്രീഡ് പട്ടികളുണ്ട്. എൻ്റെ വീട്ടിലെ ലാബ് ആണെങ്കിൽ അപ്പുറത്ത് ഡാഷ്, ഇപ്പുറത്ത് പഗ്, പിന്നെ അപ്പുറത്ത് പിറ്റ്ബുൾ അങ്ങനെ ഒരു ബ്രീഡിലൊരു പട്ടിയില്ലാതായിരിക്കും. അപ്പോൾ പല പല പട്ടികളുടെ സൗണ്ട് നിങ്ങൾ കേൾക്കും. ഗണേഷിൻ്റെ വീട്ടിൽ നിങ്ങൾ മൊത്തം കേട്ടോണ്ടുന്ന കിളികളാണെങ്കിൽ ഇവിടെ മൊത്തം പട്ടികളുടെ സൗണ്ടായിരിക്കും. 4 വീട്ടിൽ ഏരിയയുള്ള എല്ലാ വീട്ടിലും പട്ടികളുണ്ട്. പിന്നെ അവർ കുരയ്ക്കുമ്പോൾ പിന്നെ കുരയ്ക്കരുതെന്ന് പറയാൻ പറ്റില്ല, അവരവരുടെ വീട്ടിൽ നിന്ന് കുരയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്, കല്യാണത്തിന് പോകണം. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഓരോ ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ലൈഫിൽ നടക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം. പിന്നെ എല്ലാവരുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ഓണം അടിപൊളിയായിരുന്നു. ഗണേഷിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലായിട്ടായിരുന്നു ഓണം. ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഓണസദ്യ ഉണ്ട്, ട്രെയിൻ കയറി പിന്നെ ഇങ്ങോട്ടേക്ക് എത്തി. പിന്നെ ഇവിടെ നിന്ന് രാത്രിയായിരുന്നു ഇവിടുത്തെ ഓണസദ്യ. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. ബാക്കി പരിപാടി ഇതെല്ലാം അണ്ടർ പ്രോസസ്സിങ്, ഓൺ ഗോയിങ്. ഇനി താഴത്തോട്ട് പോയിട്ട് ചായ കാപ്പി എന്തെങ്കിലും കുടിക്കണം. ഇന്നലെ നല്ല രീതിക്ക് ഫുഡിങ് ആയിരുന്നു. ഉള്ള മധുരം എല്ലാം നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ മധുരമൊക്കെ നിർത്തിയേക്കണമായിരുന്നു. ഇന്നലെ നല്ല രീതിക്ക് ഫുഡ് അടിച്ചു. നല്ല രീതിക്ക് ഫുഡിങ് ആയിരുന്നു. അവിടെ ഗണേശൻ്റെ വീട്ടിലായാലും 2 ഗ്ലാസ് പായസം കുടിച്ചാലും ഇവിടെ വന്നപ്പോഴത്തേക്കും പരിപ്പും അടയും ഉണ്ടായിരുന്നു. കടമാനം ഫുഡൊക്കെ അടിച്ച് കയറ്റി. ഇനി അതൊക്കെ വീണ്ടും ബാക്ക് ടു ട്രാക്ക് ആക്കണം. പിന്നെ എൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും നോർമലി ഞാൻ ഫുഡ് കഴിക്കൽ കുറച്ച് കൂടും. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി അവിടെ അവൻ തുടങ്ങിയിട്ടുണ്ടാകും, കുരുത്തം കെട്ടവൻ. പിന്നെ എൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും നോർമലി ഞാൻ ഫുഡ് കഴിക്കും കേട്ടോ, നല്ല രീതിക്ക്. എന്താണെന്നറിയാൻ പാടില്ല, ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ്, എന്നൊന്നുമില്ലാത്ത വിശപ്പാണ്. നല്ല രീതിക്ക് ഫുഡ് കഴിക്കും. പുറത്തുനിന്ന് പോയി ഫുഡ് മേടിക്കും. ഇവിടെ നിന്ന് വീട്ടിലുണ്ടാക്കുന്ന ഫുഡായിരിക്കും. 6 നേരം എന്നുള്ള ചിലപ്പോൾ വേണമെങ്കിൽ 8 നേരം കഴിക്കും വേണമെങ്കിൽ, ചത്തിയിട്ടും. അത് അവനവൻ്റെ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. എന്തെങ്കിലും കേട്ടൊക്കെ കഴിക്കാൻ തോന്നും. ഇവിടെ അതിനനുസരിച്ച് അമ്മേൻ്റെ അടുത്ത് നീ കഴിച്ചോ എന്ന് പറയുകയും ചെയ്യും. അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഓരോ അപ്ഡേറ്റ്സ് ആയിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറാണ്. അപ്പോൾ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദോശ എക്സ്പേർട്ടറാണെന്നുള്ള. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നത് ഞാനാണ്. ഇച്ചിന അവിടെ ഇച്ചിന രാവിലെ തന്നെ നല്ല ഉറക്കമാണ്. ആരെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ മാത്രം അവിടെ എഴുന്നേക്കും. ഇല്ലടി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്, അങ്ങോട്ടേക്ക് പോകണം. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഫ്രണ്ട്സായിട്ട് ആരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി ആരും വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോസ്റ്റാവും. പക്ഷെ ഒരാൾ വരുന്നത് എനിക്കറിയാം, അവൻ പറഞ്ഞായിരുന്നു ഞാൻ വരുന്നുള്ളത്. അപ്പോൾ ഇനി റെഡി ആയിട്ട് ഞാൻ വരാം കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാണ്, അധികം വലിയ പടക്കോര കാര്യങ്ങളൊന്നും ഇല്ല. കാരണം കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് നേരെ ഷോപ്പിങ്ങിന് പോകാനുണ്ട്. ഷോപ്പിങ്ങിന് ചെന്നിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ. അത് കാരണം ഞാൻ സിമ്പിളായിട്ടാണ് പോണത്. ട്രെൻഡ്സിൽ നിന്ന് എടുത്ത ഡ്രസ്സായിട്ട് ഇടുന്നത്. അപ്പോൾ ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ട് വരാം. നമ്മൾ കല്യാണമൊക്കെ കൂടി ഇനി അടുത്ത പരിപാടി ഷോപ്പിംഗ് കേട്ടോ. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. ആദ്യത്തേലാട്ടോ വന്നേക്കണത്. എല്ലാവർക്കും കൂടി ഒരുമിച്ചെടുക്കാമെന്ന് വിചാരിക്കണം. ഇവിടെ കയറണം. സാധനമൊക്കെ മേടിച്ചിറങ്ങിയിട്ടുണ്ട്. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഇതേ ഹാജിയിലേക്ക് വന്നേക്കാം കേട്ടോ. ഒരു വാനില ഷേക്ക് കുടിക്കാനായിട്ട്. ഞാനിവിടുത്തെ സ്ഥിരം കസ്റ്റമറായിരുന്നു. ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ഥിരം തന്നെയായിരുന്നു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്, രക്ഷയില്ല. അപ്പോൾ ഞാനൊരു ഷേക്ക് കുടിക്കാൻ വേണ്ടി കയറിയേക്കാം. ഷേക്ക് ഓർഡർ ചെയ്തുള്ളൂ, കാരണം ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയല്ലോ. അവൻ എൻ്റെ കൂടെ 5 കൊല്ലം പഠിച്ചേട്ടാ. അവൻ BBAയിലായിരുന്നു ഡിഗ്രി, പിന്നെ MCOM എൻ്റെ ഒപ്പമായിരുന്നു. എന്തായാലും അവർക്ക് ഹാപ്പി മാരീഡ് ലൈഫ് പറയണം, ലൈഫ് അടിപൊളിയാവട്ടെ.
രണ്ടുപേരും ബൈ പ്രൊഫഷൻ പ്രൊഫസറാണ്, കോളേജിലെ പ്രൊഫസറുകളാണ് അവർ രണ്ടുപേരും. ലവ് മാരേജ് ആയിരുന്നു കേട്ടോ. അവൻ NSSലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു കോളേജ് ടൈമിൽ. അത്യാവശ്യം നല്ല പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം. എന്നാലും ഭയങ്കര സന്തോഷം അവൻ്റെ കല്യാണം കൂടാൻ പറ്റിയതും. അതിലുപരി എൻ്റെ കുറേ ഫ്രണ്ട്സിന്, 1-2 ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. പിന്നെ കോളേജിലെ പ്രിൻസിപ്പൾ, HOD, മാനേജർ സാറൊക്കെ കാണാൻ പറ്റി. ദീപു സാറുണ്ടായിരുന്നു, എല്ലാവരും കാണാൻ പറ്റി. വന്നില്ലായിരുന്നെങ്കിൽ മിസ് ചെയ്തായിരുന്നു ശരിക്കും. എവറിത്തിങ് വാസ് ഫൈൻ ആൻഡ് ഹാപ്പി. നമ്മൾ വീടെത്തി, സുഹൃത്തുക്കളെ വീടെത്തി. ഭയങ്കര വെയിലായിരുന്നു. ഇന്നത്തെ വെയിൽ മൊത്തം ഞാൻ കൊണ്ടിട്ടുണ്ടെന്ന് തന്നെ പറയാം. അയ്യോ, നല്ല രീതിക്ക് ടയർഡായി. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ഇനി ഉറങ്ങിയിട്ടുള്ളൂ ബാക്കി എന്ത് പരിപാടി. അമ്മയ്ക്ക് വെച്ചാൽ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു. അവരെല്ലാവരും ഉറങ്ങുക കഴിഞ്ഞാൽ അത് കൊടുക്കണം അവർക്ക്. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ ഗൈസ്. അപ്പോൾ ഈവനിങ് അങ്ങനെ വന്നു, ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ്. ഭയങ്കര വെയിലായിരുന്നു. പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. അയ്യോ, എന്തായാലും കല്യാണമൊക്കെ നന്നായിട്ട് നടന്നു. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷായിരുന്നു. ഇവിടെ നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ ഇല്ലെങ്കിൽ എല്ലാ കല്യാണ പരിപാടിക്കും നമ്മൾ ഡിഷ് എന്ന് പറയും. അതിനകത്ത് ചോറ്, ബീഫ് ഫ്രൈ ഇല്ലെങ്കിൽ ബീഫ് കറി ആയിരിക്കും, കാളനുണ്ടാവും, പിന്നെ ക്യാബേജ് തോരൻ, അച്ചാറ്, ചമ്മന്തിപ്പൊടി, പിന്നെ എന്തെങ്കിലും ഈ കോവയ്ക്ക ഇല്ലെങ്കിൽ പാവയ്ക്ക ഫ്രൈ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അടിപൊളി ഫുഡായിരുന്നു. പിന്നെ അപ്പം ഉണ്ടായിരുന്നു, ബീഫ് സ്റ്റൂ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം സെറ്റായിരുന്നു. അങ്ങനെ അവൻ്റെ കല്യാണം കൂടി കഴിഞ്ഞു. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. ഞങ്ങളുടെ ഡിഗ്രി ആ ഒരു ബാച്ചിലെല്ലാവരുടെ ഏകദേശം കഴിഞ്ഞെന്നാണ് എൻ്റെ BCom-ൻ്റെ കേട്ടോ ഞാൻ പറഞ്ഞത്. അവൻ BBA ആയിരുന്നു. പക്ഷേ എൻ്റെ BCom-ലുള്ളവരുടെ ഏകദേശം എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കി കുറച്ച് പേര് പുറത്താണ്, അബ്രോഡിലാണ് എല്ലാവരും. UK, ഫ്രാൻസ് അവിടെയൊക്കെ ആയിട്ടൊക്കെയാണ്. ഞങ്ങൾ അതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ലൈഫൊക്കെ സെറ്റിൽഡായി എന്നൊക്കെയുള്ളത്. എന്തായാലും ഹാപ്പിയാണ്. അവനൊരു നല്ല ജീവിതം ഉണ്ടാവും, അടിച്ചു പൊളിക്കട്ടെ. പിന്നെ കമ്മിങ് ബാക്ക് ടു അവർ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ഇരിക്കണം. ഇനിയിപ്പോൾ വേറെ കാര്യമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. നാളെ മുതൽ വീഡിയോസൊക്കെ ആക്റ്റീവായിട്ട് ഇടണം. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ തോട്ടുണ്ട്, ഓരോ ദിവസം എന്തൊക്കെ ചെയ്യാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെയുള്ളത്. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യത്തില്ലെന്നാണ്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര മോശമാണ്, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ളത്. ഞാൻ ഡെയിലി ആർക്കും, എൻ്റെ ഫ്രണ്ട്സ് ആയാൽ പോലും ഡെയിലി ആർക്കും മെസ്സേജ് അയക്കില്ല, ഇല്ലെങ്കിൽ വിളിക്കില്ല, അങ്ങനെ ഡെയിലി ഒരു കോൺടാക്റ്റോ കാര്യങ്ങളൊന്നും ബേസിക് കീപ്പ് ചെയ്യില്ല. ബട്ട് എല്ലാവരുമായിട്ടൊരു ഹൈ ബൈ റിലേഷൻഷിപ്പാണ്. അത് എൻ്റെ ലൈഫിൽ എനിക്കൊരു പോരായ്മയാണെന്നും കൂടി എനിക്ക് പറയാം. കാരണം എൻ്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടില്ല. കാരണം എല്ലാവരുമായിട്ടും ഞാൻ ഫ്രണ്ട്സാണ്, എല്ലാവരുമായിട്ടും ഒരു ഹൈ ബൈ റിലേഷനാണ് കോളേജിൽ പഠിക്കുന്ന ടൈമായാലും. പക്ഷേ someone should be there in our life എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു കുറവ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ അങ്ങനെ ഒരാളെ എൻ്റെ ലൈഫിൽ ഞാൻ വെച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം എല്ലാവരുമായിട്ട് ഞാൻ ഓടി വന്ന ഫ്രണ്ട്ഷിപ്പായിരുന്നു, എല്ലാവരുമായിട്ട് കമ്പനി ആയിരുന്നു, കളി ചിരി വർത്താനമൊക്കെ ആയിരുന്നു. ആരോടും ഫ്രണ്ട്സിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഈവൻ ഫാമിലിയിലെ കാര്യമില്ല ഞാൻ പറയാം. ഫാമിലി മെമ്പേഴ്സിനായാൽ പോലും ആരെങ്കിലുമൊക്കെ ഡെയിലി വിളിക്കുക, ഇല്ലെങ്കിൽ കോൺടാക്ട്സ് കീപ്പ് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും മാത്രമേ വിളിക്കുള്ളൂ. ഞാൻ ഡെയിലി വിളിക്കാറില്ല, ഇവിടെ വീട്ടിൽ മാത്രമേ വിളിക്കാറുള്ളൂ. വേറെ ഒരൊറ്റ മനുഷ്യന്മാരെ ഞാൻ വിളിക്കാറില്ല ഫാമിലിയിലായാലും. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര മോശമാണ്. അത് ഓരോരുത്തരുടെ നേച്ചറായിരിക്കും, ഇറ്റ് ഡിപ്പെൻഡ്സ്. സോ എല്ലാവരെയും ഒക്കെ കംപ്ലയിൻറ്റ്സ് ഒക്കെ കിട്ടാറുണ്ട്. നാട്ടിൽ നിന്നുള്ള കുടുംബക്കാരുടെ ആയിരുന്നായാലും റിലേറ്റീവ്സാണെന്ന് പറയും, നീ വിശേഷം അറിയാൻ ചോദിക്കില്ല, നീ എവിടെയാണ് എന്നാണെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഞാൻ അറിയും. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. എല്ലാവരും എനിക്ക് പേഴ്സണലി, അച്ഛൻ്റെ റിലേറ്റീവ്സ് ആയാലും അമ്മയുടെ ആയാലും എല്ലാവരും എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വിളിച്ച് ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ച് അങ്ങനെ കോൺടാക്ട്സ് കാര്യങ്ങൾ കീപ്പ് ചെയ്യില്ല. ഈവൻ എൻ്റെ സിസ്റ്റേഴ്സ് ആയാൽ പോലും, അനിയന്മാരായാലും അനിയത്തിമാരായാലും നമ്മൾ ആരോടും പാഷ്വാലിറ്റി കാണിക്കാൻ പാടില്ല. എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെ എല്ലാവരുമായിട്ടും. ഇപ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേ ആനിവേഴ്സറി വിഷുവൊക്കെ വരുമ്പോൾ ജസ്റ്റ് മെസ്സേജ് അയക്കും, വിഷ് ചെയ്യുന്നല്ലാണ്ട് അങ്ങനെ ഒരു കോൺടാക്ട്സ് ഇല്ലെങ്കിൽ ഒരിതില്ല. അത് ചിലപ്പോൾ മേ ബി ഓരോരുത്തരുടെ ക്യാരക്ടറായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞല്ല. അതിനെല്ലാവർക്കും എൻ്റെ അടുത്തൊരു നീരസമുണ്ട്. ബട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം ഞാൻ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. ഇന്ന് ഡിന്നറ് കുറച്ച് നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറും സാമ്പാറുണ്ട്, മീൻ കറി, മീൻ വറുത്തത്, ചെമ്മീൻ കറി, അച്ചിങ്ങ. ഉച്ചയ്ക്ക് നേരത്തെ കഴിച്ചുകൊണ്ടാന്ന് തോന്നുന്നത്, എനിക്ക് വിശക്കണം. അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും പറയാറില്ല, വീട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് വല്ലാണ്ട് വിശപ്പ് പോകും. എന്താണെന്നറിയാൻ പാടില്ല.
ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സീരിയൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ സൗണ്ട് കേട്ടോ. സാമ്പാർ തേങ്ങ അരച്ച് വെക്കും, അടിപൊളിയാണ്. ഞാനത് കഴിച്ചിട്ട് വരാം. കുട്ടികളെ. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.